നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ ഒന്ന് വണ്ടി എടുക്ക്. എന്നാലും അമ്മൂമ്മയിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല. അമ്മമ്മയുടെ മകനാണ് കാർത്തിക് എന്നുള്ളതൊക്കെ നേരെ തന്നെ. പക്ഷെ അയാൾ ഈ കുടുംബത്തോട് മുഴുവനും കാണിച്ചിട്ടുള്ള ദ്രോഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചല്ലേ മതിയാവും. നമ്മുടെ കുടുംബത്തോട് മാത്രമാണോ മാലിനി? ആ വൈഗയുടെ ജീവിതം നശിപ്പിച്ചില്ലേ? വൈദേഹി മാഡത്തിന്റെ പ്രതീക്ഷകൾ നശിപ്പിച്ചില്ലേ? സുന്ദരിയുടെ ജീവിതം ഇല്ലാതാക്കിയില്ലേ? മഴയെപ്പോലൊരു കുഞ്ഞിന്റെ ഭാവി അനാഥമാക്കിയില്ലേ? അങ്ങനെയുള്ള അവനെ ലക്ഷ്മി അമ്മമ്മയ്ക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതെങ്ങാനും സുന്ദര ചേച്ചി അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വിനീതയുടെ അമ്പലത്തിൽ വെച്ച് കണ്ട ആൾ കാർത്തിക് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആദ്യം അവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയ അമ്മമ്മ അവനെ അവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയതാകാനാണ് സാധ്യത. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്നെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് അമ്മമ്മ വിളിക്കൂ? അതുമാത്രമാ കണക്ട് ആകാതെ കിടക്കുന്ന ഒരേ ഒരു കാര്യം. വെറുതെ വിളിച്ചു വരുത്തിയല്ലോ. അമ്പലത്തിൽ വെച്ച് വയ്യാതായപ്പോ അമ്മയെ തനിച്ചു വിടണ്ടെന്ന് കാർത്തിക് തന്നെ വാശി പിടിച്ചു കാണും. അയാൾക്ക് അമ്മൂമ്മ ഇവിടേക്ക് കൊണ്ടുവരാനും പറ്റില്ലല്ലോ. നീ പറഞ്ഞത് ശരി തന്നെയാ. വീണ്ടും സ്വയം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരോരുമല്ലാത്തൊരു കുടുംബത്തിന് വേണ്ടി ജീവൻ കളഞ്ഞു നിന്ന സുന്ദരിയോട് ലക്ഷ്മി അമ്മമ്മ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിശ്വസിക്കാനാവാത്തതുകൊണ്ടാ. അല്ലാതെ തന്നെ ചേച്ചിക്ക് ഇപ്പൊ വേറൊരു ടെൻഷനുണ്ട്. അതധികം അങ്ങോട്ട് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ MK മാസ്റ്ററുടെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? ആ അത് തന്നെ. മഴ അയാളുമായിട്ട് വല്ലാത്തൊരു അടുപ്പത്തിലാ. എന്തിനും ഇതിന് MK മാസ്റ്റർ. ഒരുപക്ഷെ സുന്ദര ചേച്ചിയുള്ളതിനേക്കാളും നമ്മളോടൊക്കെ ഉള്ളതിനേക്കാളും ഒരു സ്നേഹം മഴയ്ക്ക് പറയുന്ന MK മാസ്റ്ററിനോടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അയാളെ കാണാൻ സുന്ദരി എന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ അത് നടന്നില്ല. ഈ കാർത്തിക്കിന്റെ കാര്യത്തില് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ വിനിതേട്ടാ. ഇതിപ്പോ അവനെ നീ കണ്ടു, അച്ഛമ്മ കണ്ടു, ഞാനും കണ്ടു. ഇതെല്ലാം നമ്മുടെ പരിസരങ്ങളിൽ വെച്ച് തന്നെയാ. അതിനർത്ഥം ഒട്ടും വൈകാതെ ഒരു ദിവസം അവൻ ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന് തന്നെയാ. അങ്ങനെ അവൻ ചെയ്താ ഇപ്പൊ ഈ കുടുംബത്തിലുള്ള സർവ്വസമാധാനവും ഒരുമിച്ചില്ലാതാവും. മറ്റെല്ലാം വിട്ടുകളയാം. നമ്മുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പിറന്ന കുഞ്ഞിനെ നമുക്ക് കിട്ടാതാക്കിയതിന്റെ കാരണക്കാരനും അയാളാണ്. ഇപ്പോഴും ആ ദുഃഖം അനുഭവിക്കുന്നവരാ നമ്മള്. ഇനി കാർത്തിക് എങ്ങാനും ജീവനോട് എന്റെ മുമ്പിൽ വന്ന സ്നേഹത്തോടെ വിളിച്ചിരുത്തി വിഷം കലക്കി കൊടുക്കും. ഞാൻ കൊന്നുകളയും, അത് ഉറപ്പാ. മാലിനിക്കും നിന്നോട് ഇത്ര വെറുപ്പാണല്ലോ കാർത്തിക്. ഇങ്ങനെയാണെങ്കിൽ ഏത് വിധത്തിൽ ഞാൻ സുന്ദരിയെയും മഴയെയും നിന്നെ ഒന്നിപ്പിക്കും? ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. ഇതും കൂടെ ചേർത്ത് 52ാമത്തെ ആപ്ലിക്കേഷനാ ഞാൻ അയക്കുന്നത്. ഏതെങ്കിലും ഒരു ജോലി എത്രയും പെട്ടെന്ന് ഒപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിലേ നിന്റെ ഏട്ടൻ പട്ടിണിയായി പോകുമ്പോളെ.
ആ സത്യം. മഴമോളാണല്ലോ വിളിക്കുന്നത്. ഹലോ മോളെ. മാസ്റ്റർ എവിടെയാ? ഞാൻ വീട്ടിലെ മോളെ. എന്തു പറ്റി? അതെ, സ്കൂളിലൊരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? മാസ്റ്ററിന് പകരം അവിടെ ഒരു പുതിയ PT മാസ്റ്റർ വന്നു. ആ മാസ്റ്ററിന്റെ പേരെന്താന്നറിയോ? മുരളി മോഹൻ. കൊള്ളാലോ, നല്ല പേരാണല്ലോ, മുരളി മോഹൻ. പേരൊക്കെ കൊള്ളാം, പക്ഷെ ആള് കൊള്ളില്ല. കൊള്ളില്ലേ? അതെന്തു പറ്റി? എനിക്ക് സുഖമില്ല, ഓടാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞതാ. എന്നിട്ട് മാസ്റ്റർ എന്നെ ഓടിച്ചു. അവസാനം എനിക്ക് ശ്വാസം മുട്ടൽ വന്നു, ബോധവും പോയി മാസ്റ്റർ. അയ്യോ, ഓടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മോളെ ഓടിച്ചോ? അതെന്താ അങ്ങനെ ചെയ്തേ? ആ മാസ്റ്റർ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോയില്ലെന്നോ? മോൾക്ക് മോളുടെ അമ്മൂട്ടിയുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? അമ്മൂട്ടിയോട് ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്തെങ്കിലും MK മാസ്റ്റർ സ്കൂളിൽ വന്നിട്ട് ഞാൻ ആ സ്കൂളിൽ പഠിക്കാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാനും അമ്മൂട്ടിയും കൂടി മാസ്റ്ററിനെ വിളിക്കാനായിട്ട് മാസ്റ്ററിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ടെന്താ, ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും മാസ്റ്റർ ബൈക്കിൽ കയറി പൊയ്ക്കളഞ്ഞു. കാണാൻ പറ്റിയില്ല. അയ്യോ, അത് വലിയ കഷ്ടമായി പോയല്ലോ. അത് സാരമില്ല, നാളെ മാസ്റ്റർ ഒന്ന് സ്കൂളിൽ വരുമോ? അങ്ങനെയാണെങ്കിൽ ഞാനും സ്കൂളിൽ വരാം. അതിന് എനിക്കിപ്പോ ആ സ്കൂളിൽ ജോലിയില്ലല്ലോ മോളെ. പിന്നെ എങ്ങനെയാ ഞാൻ വരുന്നത്? മാസ്റ്റർ ഒന്ന് വാ. വന്നിട്ടല്ലേ എന്തിനാണെന്ന് പറയുന്നത്? വരുവോ ഇല്ലയോ? അത് വേണോ? വേണം. അമ്മൂട്ടിയുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. അമ്മൂട്ടി ഇപ്പൊ വരും. വരുവോ ഇല്ലയോ? മാസ്റ്റർ പറ. വരാം. നാളെ രാവിലെ തന്നെ വരണേ. ഫോൺ വയ്ക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഉമ്മ. ഗുഡ് നൈറ്റ്. വാ. അതെ, മോള് പൊയ്ക്കോളുവോ അതോ ഞാൻ കൊണ്ടാക്കണോ? ഒരാളും കൂടി വരാനുണ്ട്. ഒരാളും കൂടി വരാനുണ്ടെന്നോ? അതാരാ? അതൊക്കെ ഉണ്ട്. ചെറിയ സമയം നോക്കോ, ഇപ്പൊ വരും. ആരാ വരുന്നെന്ന് പറ മോളെ. നോക്കി, അവരുന്ന ബൈക്ക് കണ്ടോ? അയ്യോ, അത് മാസ്റ്റർ അല്ലേ വരുന്നത്? അതെ, മാസ്റ്റർ തന്നെ വരുന്നേ. അതിന് ചെറിയച്ചമ്മ എന്തിനാ പേടിക്കുന്നേ? എന്റെ മോളെ, മാസ്റ്റർ വന്നിട്ട് ചോദിക്കില്ലേ ഞാൻ എന്തിനാ മോളെ കൊണ്ടാക്കാൻ വന്നതെന്ന്? ഞാൻ അയലത്തെ വീട്ടിലെ അമ്മൂമ്മയല്ലേ? അയലത്തെ വീട്ടിലെ കൊച്ചിനെ അയലത്തെ വീട്ടിലെ അമ്മൂമ്മയ്ക്ക് സ്കൂളിൽ കൊണ്ടുവിട്ട എന്താ കുഴപ്പം? ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ് മഴ. ഇതെന്തോറ്റി? മഴയും കൊണ്ട് അമ്മയാണല്ലോ വന്നേക്കുന്നേ. അത് പിന്നെ മഴമോളുടെ വീട്ടിൽ ഇന്ന് ആരുമില്ല. അവര് മോളെ വീട്ടിലാക്കിയിട്ട് പോയി. പിന്നെ ഞാൻ സ്കൂളിലാക്കിയേക്കാന്ന് വെച്ചു. അപ്പൊ ഇനി അമ്മൂമ്മ വീട്ടിൽ പോയിക്കോ. ഞാൻ മാസ്റ്ററിന്റെ കൂടെ അകത്തേക്ക് പോട്ടെ. അല്ല, ആദ്യം വന്നില്ലേ ഇന്ന്?